+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അടുത്ത് നമുക്ക് ഫങ്ഷൻസ് നോക്കാം. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ അത് ഫങ്ഷൻ ആകണമെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസും ഓർഡർഡ് പേഴ്സിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ഓർഡർഡ് പേഴ്സിലുള്ള ഫസ്റ്റ് എലമെൻറ്റുകളൊന്നും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി is said to be a function if every element of set A has one and only one image in set B. സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും സെറ്റ് ബിയിൽ ഒരൊറ്റ ഇമേജേ പാടുള്ളൂ. അതുമാത്രമല്ല, സെറ്റ് എയിലുള്ള എല്ലാ എലമെൻസിനും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഈ ഓർഡറുടെ പേരിലെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് എന്നും സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എന്നും അറിയപ്പെടുന്നു. അടുത്ത് ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലോട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്മാൾ ലെറ്റർ എഫ് എഴുതുക, പിന്നെ കോളൻ മാർക്ക് കൊടുക്കുക. ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലോട്ടാണോ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്തത് അതിനെ ആരോ മാർക്ക് ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക. അടുത്ത് ഒരു ഫംഗ്ഷൻ ഏതിലാണോ അതിൻ്റെ റേഞ്ച് ആയിട്ട് റിയൽ നമ്പേഴ്സോ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റോ ഉള്ളത് അത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നു. അടുത്ത് മറ്റൊരു ഫംഗ്ഷൻ ഏതിനാണോ അതിൻ്റെ ഡൊമൈനായിട്ട് റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റോ ഉള്ളത് അത് റിയൽ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നു. അടുത്ത് നമുക്ക് എക്സാമ്പിൾ 12 നോക്കാം. ലെറ്റ് n be the set of natural numbers. Define a real valued function. F is a function from set n to n by f of x equal to x plus 1. Using this definition, complete the table given below. ഇവിടെ f of x എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ അതിലുള്ള ഓർഡർഡ് പേഴ്സിലെ സെക്കൻഡ് എലമെൻ്റാണ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എക്സും സെക്കൻഡ് എലമെൻറ്റ് ഒയ്യും എന്നെടുത്താൽ ആ സെക്കൻഡ് എലമെൻ്റായ ഒയ്യുടെ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ്. അപ്പം ഒയ് കണ്ടെത്താൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അവിടെ എക്സിൻ്റെ വാല്യൂ 2x + 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് ഒയുടെ വാല്യൂ. ഇവിടെ എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1, അപ്പം 2 × 1 2 + 1 ആൻസർ 3. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 2 ഈക്വൽ 2 × 2 4 4 + 1 5. അടുത്ത എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ 2 × 3 6 6 + 1 7. അപ്പോൾ അങ്ങനെ എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് അവിടെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒയുടെ വാല്യൂ കണ്ടെത്തുക. അതാണ് എക്സാമ്പിൾ 12. ഇനി അടുത്ത ചില ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫ്സും നോക്കാം. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മാപ്സ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ സെറ്റ് ടു ഇറ്റ് സെൽഫ്. അതായത് ഈ ഫംഗ്ഷനിൽ ഓർഡർ പേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും സെയിം ആയിരിക്കും. ഫസ്റ്റ് എലമെൻറ്റ് എക്സും സെക്കൻഡ് എലമെൻറ്റ് ഒയ്യെന്നും എടുത്താൽ ഒയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. എന്താണോ എക്സ് അതായിരിക്കും ഒയ്. ഒയ് ഈക്വൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ്. ഡൊമൈനും റേഞ്ചും എല്ലാം റിയൽ നമ്പേഴ്സാണ്. ഇതിൻ്റെ ഗ്രാഫ് ഒറിജിനൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അടുത്തത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. Constant function is a function that maps every element of its domain to the same single element in its codomain. ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനെയും കോഡൊമൈനിലുള്ള സിംഗിൾ എലമെൻറ്റ് ഒറ്റ എലമെൻറ്റുമായിട്ട് മാപ്പ് ചെയ്ത് ഓർഡർഡ് പെയർ ഉണ്ടാക്കുന്നു. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവിടെ ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെൻ്റ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ സെക്കൻഡ് എലമെൻറ്റ് ഒരു കോൺസ്റ്റൻ്റ് എലമെൻ്റ് ആയിരിക്കും. ഒരൊറ്റ എലമെൻറ്റേ വരത്തുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് അതായത് റേഞ്ച് അത് സെയിം ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിൻ്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. റേഞ്ച് ഒരു കോൺസ്റ്റൻറ്റ്. ഒയുടെ വാല്യൂ ഏതാണോ അതാണ് ഇതിൻ്റെ റേഞ്ച്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ 3. എഫ് ഓഫ് എക്സ് 3 വന്നാലുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് വന്നാലും എക്സ് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇതിൻ്റെ ഗ്രാഫ്. ഇനി അടുത്ത് നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ. A polynomial function is a function that can be expressed as a sum of terms, each of which is a constant multiplied by a power of the variable, usually x. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഏതിനാണോ കുറേ ടേംസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, എന്ത് വേണോ ആവാം.
ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. മൾട്ടിപ്ലൈഡ് ബൈ എ പവർ ഓഫ് ദ വേരിയബിൾ, യൂഷ്വലി എച്ച്. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്പേഴ്സിനോട് കിടക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, അതായത് എച്ച്, വൈ, ഇസഡ്, ഇതിനെല്ലാം പവറുണ്ട്. അതായത് എച്ച് സ്ക്വയർ, എച്ച് ക്യൂബ്, ഇങ്ങനെയുള്ള വേരിയബിൾസാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു പവർ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല, നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഇതിൻ്റെ ഒരു മാതൃക നോക്കുകയാണെങ്കിൽ ഒയ് ഈക്വൽ എഫ് ഓഫ് എച്ച് ഈക്വൽ A0 പ്ലസ് A1H പ്ലസ് A2H സ്ക്വയർ പ്ലസ് അങ്ങനെ പോയി AN H റൈസ് ടു n. ഈ n ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. അതുമാത്രമല്ല A0, A1, A2 ഇതെല്ലാം റിയൽ നമ്പേഴ്സും ആയിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് മൈനസ് എച്ച് സ്ക്വയർ പ്ലസ് 2. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് ഈക്വൽ എക്സ് റൈസ് ടു 4 പ്ലസ് √2x. Rational function. A rational function is the ratio of two polynomial functions where the denominator polynomial is not equal to 0. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ റേഷ്യോ ആണ്. പിന്നെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ജി ഓഫ് എക്സ് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇവിടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് R-0 ടു സെറ്റ് R. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അതിൽ 0 വരില്ല. അപ്പം ആളുടെ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0. അതാണ് ഒന്നാമത്തെ സെറ്റ്, ഇതിൻ്റെ ഡൊമെയിൻ. രണ്ടാമത്തെ സെറ്റ് കോഡൊമെയിൻ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അതിൽ എല്ലാം വരും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ 1/x. അത് വെച്ച് ഈ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യണം. എക്സ് ബിലോങ്സ് ടു R-0, 0 വരില്ല. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ -0.5, -0.67, -1 ഇങ്ങനെ ആൻസേഴ്സ് കിട്ടും. ആൻസർ വെച്ച് വരച്ചിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൊമെയിൻ എല്ലാ റിയൽ നമ്പേഴ്സും വരും എക്സെപ്റ്റ് 0. റേഞ്ച് എല്ലാ റിയൽ നമ്പേഴ്സും വരും എക്സെപ്റ്റ് 0. കോഡൊമെയിൻ എല്ലാ റിയൽ നമ്പേഴ്സും വരും ഇൻക്ലൂഡിങ് 0. ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും 0യുടെ അവിടെ ഇത് ടച്ച് ചെയ്യുന്നില്ല. അടുത്തത് മോഡുലസ് ഫംഗ്ഷൻ. Modulus function, also known as absolute value function, is a mathematical function that returns the magnitude of a number regardless of its sign. മോഡുലസ് ഫംഗ്ഷൻ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയപ്പെടുന്നു. ഇതൊരു നമ്പറിൻ്റെ സൈൻ പരിഗണിക്കാതെ ആ ഒരു നമ്പറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് നൽകുന്നു. അതായത് ഡിജിറ്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ആൻസർ എപ്പോഴും ആ ഒരു പോസിറ്റീവ് ഡിജിറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. 0 to +∞ ആണ് ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ പറയുന്നത് എഫ് ഓഫ് എച്ച് ഈക്വൽ എച്ച് ഇഫ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എച്ച് ഇഫ് എച്ച് ലെസ് ദാൻ 0. ഇതിൻ്റെ ഗ്രാഫ് ഇംഗ്ലീഷിലെ വി പോലെയുണ്ട്. അടുത്തത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എഫ് ഓഫ് എച്ച് ഈക്വൽ 1 ഇഫ് എച്ച് ഗ്രേറ്റർ ദാൻ 0, 0 ഇഫ് എച്ച് ഈക്വൽ ടു 0, -1 ഇഫ് എച്ച് ലെസ് ദാൻ 0. അപ്പോൾ ഇതിൽ 3 നമ്പേഴ്സാണ് വരുന്നത്, 1ഉം 0യും -1ഉം. ഇപ്പം എക്സിൻ്റെ വാല്യൂ 0യെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ 1, എക്സ് 0 ആണെങ്കിൽ ആൻസർ 0, എക്സ് 0യെക്കാട്ടിയും ചെറുതാണെങ്കിൽ ആൻസർ -1. ഇത് സിഗ്നം ഫംഗ്ഷൻ നമുക്കൊരു സംഖ്യയുടെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്നു. അതായത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0യെക്കാട്ടിയും വലുതാകും, അപ്പോൾ ആൻസർ 1 വരും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 0യെക്കാട്ടിയും ചെറുതായിരിക്കും, അപ്പോൾ ആൻസർ -1. അങ്ങനെ ഒരു സംഖ്യയുടെ സൈൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ ഡൊമെയിൻ റിയൽ നമ്പേഴ്സാണ്, റേഞ്ച് -1, 0, 1. ഗ്രാഫ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
The greatest integer function, also known as the floor function, maps any real number to the largest integer less than or equal to that number. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത് ഏതൊരു റിയൽ നമ്പറിനെയും അതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ ആക്കി മാറ്റുന്നു, റൗണ്ട് ചെയ്യുന്നു. ഇറ്റ് റൗണ്ട്സ് എ നമ്പർ ഡൗൺ ടു ദ നിയറസ്റ്റ് ഇൻറ്റിജർ. ഒരിക്കലും ആ ഒരു റിയൽ നമ്പറിനെ കാട്ടിയും വാല്യൂ കൂടിയ നമ്പറായിട്ട് റൗണ്ട് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ അതിന് തുല്യമായ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഏറ്റവും വലിയ ഇൻറ്റിജറായിട്ട് റൗണ്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് 1.6, അതിനെ ഇതൊരിക്കലും റൗണ്ട് ചെയ്ത് 2 ആക്കത്തില്ല, പകരം റൗണ്ട് ചെയ്ത് 1 ആയിട്ട് എഴുതും. ആ ഒരു റിയൽ നമ്പറിന് തൊട്ട് താഴെയുള്ള ലാർജസ്റ്റ് ഇൻറ്റിജർ. ഇതിൻ്റെ ഡൊമൈൻ എല്ലാ റിയൽ നമ്പേഴ്സുമാണ്, പക്ഷേ റേഞ്ച് എല്ലാ ഇൻറ്റിജേഴ്സുമാണ്. ഇതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എക്സർസൈസ് 2.3 പോകാം. അപ്പോൾ എക്സർസൈസ് 2.3 ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ റിലേഷൻസ് എല്ലാം ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക. ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതുക. അപ്പോൾ ആദ്യത്തത് ഫംഗ്ഷനാണ്, കാരണം അതിലുള്ള ഓർഡർഡ് പേഴ്സിൽ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ സെറ്റ് 2, 5, 8, 11, 14, 17, റേഞ്ച് സെറ്റ് 1. അതിലെ രണ്ടാമത്തതും ഫംഗ്ഷനാണ്, കാരണം ഓർഡർഡ് പെയറിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണുള്ളത്, അതുകൊണ്ട് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ സെറ്റ് 2, 4, 6, 8, 10, 12, 14, റേഞ്ച് 1, 2, 3, 4, 5, 6, 7. തേർഡ് ഫംഗ്ഷൻ അല്ല, കാരണം അതിലെ ഒരു എലമെൻ്റായ 1-ന് 2 ഇമേജ് ഉണ്ട്, അതായത് 1 2 വട്ടം അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു, ഫസ്റ്റ് എലമെൻ്റ് ആയ 1. അപ്പോൾ അത് ഫംഗ്ഷൻ അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൊമൈനും റേഞ്ചും കണ്ടെത്താനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് മോഡുലസ് എക്സ്. നമുക്ക് മോഡുലസ് എക്സിൻ്റെ കണ്ടീഷൻ അറിയാം. മോഡുലസ് എക്സ് ഈക്വൽ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ മൈനസ് മോഡുലസ് എക്സിൻ്റെ കണ്ടീഷൻ കാണാൻ ഇതിനെ തന്നെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore f of x equal minus modulus x equal minus x if x greater than or equal to 0, positive x if x less than 0. അപ്പം x 0 വലുതാണെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് ഡിജിറ്റാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എഴുതണം, അതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 മൈനസ് നെഗറ്റീവ് ഡിജിറ്റാണ് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് 0 തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റീവ്, അതായത് ഓപ്പൺ ഇൻ്റർവൽ നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ടു ക്ലോസ് ദ ഇൻ്റർവൽ 0. പോസിറ്റീവ് നമ്പേഴ്സ് വരില്ല, കാരണം പോസിറ്റീവ് 0 വലിയ നമ്പർ വന്നാൽ അവിടെ നെഗറ്റീവ് വാല്യൂ എടുക്കണം അതിൻ്റെ. അപ്പോൾ റേഞ്ച് നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ടു 0. ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫോർ എക്സ് ബിലോങ്സ് ടു ആർ. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റിയൽ ഫങ്ഷൻസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ √9 മൈനസ് എച്ച് സ്ക്വയർ. ഒരിക്കലും സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഇമാജിനറി നമ്പേഴ്സാണ്, അതൊരിക്കലും റിയൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്നില്ല. ഈ ഒരു കണ്ടീഷൻ എടുത്തുകൊണ്ട് എഫ് ഓഫ് എച്ച് റിയൽ ആകണമെങ്കിൽ 9 മൈനസ് എച്ച് സ്ക്വയർ 0യോ അതിനെ കട്ടിയും വലുതായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ 3 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 3 പ്ലസ് എച്ച് ഇൻറ്റു 3 മൈനസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 3 പ്ലസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 3 മൈനസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 മൈനസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3. ഇപ്പോൾ മൈനസ് എച്ചും -3യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ -3ക്കും +3ക്കും ഇടയിലുണ്ട് കിട്ടും. എച്ച് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ +3. ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ -3ക്കും +3ക്കും ഇടയിലാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ -3 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ +3. ഇതിൻ്റെ റേഞ്ച് കണ്ടെത്താൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 9 മൈനസ് √9 മൈനസ് എച്ച് സ്ക്വയർ. അതിൽ
-3ക്കും +3നും ഇടയിലുള്ള ഡിജിറ്റ്സ് എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്ത് ചെയ്താൽ മതി. ഉദാഹരണത്തിന് -3 കൊടുക്കുമ്പോൾ അതാണ് ബിഗിനിങ് ലിമിറ്റ്. -3 9 മൈനസ് 9 എന്ന് വരും. √0, ആൻസർ 0. അടുത്ത് +3 കൊടുത്താലും 9 മൈനസ് 9, ആൻസർ 0 വരും. അവിടെ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ 9 മൈനസ് 0, √9, ആൻസർ 3 എന്ന് വരും. അപ്പം ഏകദേശം 0ക്കും 3ക്കും ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് ആണ് നമുക്ക് ഒയുടെ വാല്യൂസ് ആയിട്ട് കിട്ടുക. അപ്പോൾ റേഞ്ച് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ക്ലോസ്ഡ് ഇൻ്റർവൽ 3 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം f(x) = 2x - 5. അത് വെച്ച് താഴെ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂസ് കണ്ടെത്തണം. f(0) എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 2x 2 × 0 -5, 0 - 5, ആൻസർ -5. അടുത്ത f(x) 7, എക്സിൻ്റെ സ്ഥാനത്ത് 7 കൊടുക്കണം. 2 × 7 14, 14 - 5, ആൻസർ 9 എന്ന് കിട്ടും. അടുത്ത് എക്സിൻ്റെ വാല്യൂ -3 ആകുമ്പോൾ 2 × -3 -6, -6 -5 -11. നാലാമത്തെ ചോദ്യം T(c) = 9c/5 + 32. അത് വെച്ച് താഴെ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂസ് കണ്ടെത്തണം. ഒന്നാമത്തത് സിയുടെ വാല്യൂ 0 ആകുമ്പോൾ 9 × 0/5 + 32, 0 + 32, ആൻസർ 32 എന്ന് കിട്ടും. അടുത്തത് സിയുടെ വാല്യൂ 28 ആകുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ആൻസർ 82.4 എന്ന് കിട്ടും. -10 ആകുമ്പോൾ 9 × -10/5 + 32, -18 + 32, 14 എന്ന ആൻസർ കിട്ടും. അടുത്ത the value of c when T(c) = 212. T(c) = 212. T(c) 9c/5 + 32 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതുക. = 212. എന്നിട്ട് ഈ കാണുന്ന പോലെ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ആൻസർ 100 എന്ന് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റേഞ്ച് കണ്ടെത്താനാണ്. അതിലൊന്നാമത്തെ f(x) = 2 - 3x, x belongs to R, x greater than 0. എക്സ് ഒരു റിയൽ നമ്പറാണ്. എക്സിൻ്റെ വാല്യൂ 0യെക്കാട്ടിയും കൂടുതലാണ്. 0 കഴിഞ്ഞ് ഇൻഫൈനൈറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഒരു ഉദാഹരണമായിട്ട് എക്സിൻ്റെ വാല്യൂ 0.001 എന്ന് എടുക്കാം. ഇവിടെ f(x) = 2 - 3x എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 0.001 കൊടുത്ത് ചെയ്യണം. ആൻസർ 1.997 എന്ന് കിട്ടും. അടുത്ത് 0.01 എടുക്കാം. 2 - 3x, 3 × 0.001 അത് ചെയ്ത് ആൻസർ 1.997 എന്ന് കിട്ടും. അടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 0.01 കൊടുക്കുമ്പോൾ 1.97, 0.1 കൊടുക്കുമ്പോൾ 1.7, 0.9 കൊടുക്കുമ്പോൾ -0.7, 1 കൊടുക്കുമ്പോൾ f(x) -1 എന്ന് കിട്ടും. 2 എടുക്കുമ്പോൾ -4, 2.5 എടുക്കുമ്പോൾ -5.5. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, f(x)ൻ്റെ വാല്യൂ ഏകദേശം +2ന് തൊട്ട് താഴെ, അതായത് 1.997 അത് തൊട്ടാണ് തുടങ്ങുന്നത്. 2 വരുന്നില്ല. 2ന് ശകലം കുറവ്, +2ന് ശകലം കുറവ്. അത് തൊട്ട് -ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണ്. അതങ്ങ് പിന്നീട് ഇവിടെ സംഖ്യകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് നമ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. +4, എക്സിൻ്റെ വാല്യൂ +4 ആകുമ്പോൾ f(x) -10 ആവുകയാണ്. അപ്പോൾ ഇതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. It can be observed that the range of f is the set of all real numbers less than 2. 2ന് താഴെയുള്ള റിയൽ നമ്പേഴ്സാണ് റേഞ്ച്. അപ്പോൾ നമുക്ക് റേഞ്ച് ഇങ്ങനെ എഴുതാം: -∞ to 2, ഓപ്പൺ ഇൻ്റർവൽ -∞ to ഓപ്പൺ ഇൻ്റർവൽ 2. 2 വരത്തില്ല. 2ന് തൊട്ട് താഴെയുള്ള
അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ. 2 വരുമായിരുന്നെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇനി അടുത്ത ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് ഈസ് എ റിയൽ നമ്പർ. ഇവിടെ എക്സ് റിയൽ നമ്പർ എന്നേ പറയുന്നുള്ളൂ, എക്സിനൊരു ലിമിറ്റ് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ചോദ്യത്തിലാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ് റിയൽ നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഒരു ഉദാഹരണത്തിന് എക്സിൻ്റെ വാല്യൂ -1 എന്ന് എടുത്തോ. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 -1 സ്ക്വയർ 1 + 2 3. -1 എടുക്കുമ്പോൾ 3 എന്ന് വരുന്നു. അടുത്ത് -0.1 എടുക്കുകയാണെന്ന് വെച്ചോ. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2 -0.1 സ്ക്വയർ പ്ലസ് 2. ആൻസർ 2.01 എന്ന് കിട്ടും. അടുത്ത് -0.001 ആകുമ്പോൾ 2.00001. അടുത്ത് എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 2. അങ്ങനെ ചെയ്ത് എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 3. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ തുടങ്ങുന്നത് തന്നെ 2 തൊട്ടാണ്. 2 തൊട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ക്ലോസ്ഡ് ഇൻ്റർവൽ ടു പോസിറ്റീവ് ഇൻഫിനിറ്റീവ്. പിന്നെ എല്ലാ പോസിറ്റീവ് നമ്പേഴ്സാണ് പറഞ്ഞാൽ. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2. എക്സിൻ്റെ വാല്യൂ ഏത് നെഗറ്റീവ് നമ്പർ വന്നാലും സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ പോസിറ്റീവ് ആവും. അതുകൊണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരത്തില്ല. അടുത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ. ഏതായാലും നെഗറ്റീവ് നമ്പേഴ്സ് പറഞ്ഞില്ലെന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്. ഇപ്പോൾ എക്സ് 0 ആകുമ്പോൾ ആൻസർ 2. അതായത് 2 തൊട്ടാണ് തുടങ്ങുന്നത്, പോസിറ്റീവ് 2 തൊട്ട്. അപ്പോൾ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ പോസിറ്റീവ് 2 ടു പോസിറ്റീവ് ഇൻഫിനിറ്റീവ്, ഓപ്പൺ ഇൻ്റർവൽ പോസിറ്റീവ് ഇൻഫിനിറ്റീവ്. അടുത്തതിലെ മൂന്നാമത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ഒരു റിയൽ നമ്പറാണ്. ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ആൾസോ ടേക്സ് ആൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. ഇവിടെ പ്രത്യേകിച്ച് ലിമിറ്റ്സോ മറ്റ് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. വൈയും എക്സും വൈ ഈക്വൽ ടു എക്സ്. അപ്പോൾ റേഞ്ചും റിയൽ നമ്പർ തന്നെയാണ്. എക്സ് റിയൽ ആണെങ്കിൽ വൈയും റിയൽ ആണ്, കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ദെർഫോർ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇറ്റ്സ് സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അപ്പം എക്സർസൈസ് 2.3 കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.